ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് സുബ്രതോ ബാജിയുടെ ഗോ കിസ് ദ വേൾഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പം സുബ്രതോ ബാജി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഇന്ത്യൻ ഓണ്ടർപ്രനറാണ്. അതുപോലെ മൈൻഡ് ട്രീയുടെ കോ ഫൗണ്ടറാണ്. Go Kiss the World is an inspiration to the young Indians, to those who come from small town India, urging them to recognize and develop their inner strength, thereby helping them realize their own potential. അപ്പം ഇന്ത്യയിലെ ചെറിയ നഗരങ്ങളിൽ നിന്നൊക്കെ വരുന്ന യങ് ഇന്ത്യൻസിന് അവരുടെ ഇന്നർ സ്ട്രെങ്ത് തിരിച്ചറിയാനും അതുപോലെ വികസിപ്പിക്കാനും ഇതൊരു പ്രചോദനമാണെന്നും അതുപോലെ അതുവഴി അവരുടെ സ്വന്തം കഴിവുകൾ തിരിച്ചറിയാൻ സഹായിക്കും ഈ ഗോ കിസ് ദ വേൾഡ് എന്നുള്ള സുബ്രതോ ബാജിയുടെ ബുക്കിലൂടെ. നമുക്കിത് തുടങ്ങാം. ഗോ കിസ് ദ വേൾഡ് ബൈ സുബ്രതോ ബാജി. I delivered this speech to the class of 2006 at IIM Bangalore on defining success. അപ്പം വിജയത്തെ നിർവചിക്കുന്നതിനായി ബാംഗ്ലൂരിലെ IIM 2006 ക്ലാസ്സിൽ ഞാൻ ഈ പ്രസംഗം നടത്തി എന്നാണ് സുബ്രതോ ബാജി തുടക്കത്തിൽ പറയുന്നത്. This was the first time I shared the guiding principles of my life with young professional. ഇത് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ മാർഗനിർദ്ദേശ തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് യുവ പ്രൊഫഷണൽസുമായി പങ്കുവയ്ക്കുന്നത്. ഇനി നമുക്ക് അദ്ദേഹം എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ കുറിച്ചും അതുപോലെ വാട്ട് ലീഡ് ഹിം ടു ബി എ സക്സസ്ഫുൾ പേഴ്സൺ ഇൻ ഹിസ് ലൈഫ് എന്നതിനെക്കുറിച്ചും എല്ലാം അദ്ദേഹം വിവരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. I was the last child of a small-time government servant in a family of 5 brothers. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ പറയുകയാണ്, 5 സഹോദരങ്ങളുള്ള കുടുംബത്തിലെ ഒരു ചെറിയ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ അവസാനത്തെ കുട്ടി, ലാസ്റ്റ് ചൈൽഡായിരുന്നു അദ്ദേഹം. My earliest memory of my father is that of a district employment officer in Koraput, Orissa. അപ്പം ഒറീസയിലെ കോരാപ്പുട്ടിലുള്ള ഒരു ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസറായിരുന്നു തൻ്റെ പിതാവ്. തൻ്റെ പഴയകാല ഓർമ്മകളിൽ തുടക്കത്തിലെ കാര്യം പറയുമ്പം അദ്ദേഹം പറയുവാണ്, ഇറ്റ് വാസ് ആൻഡ് റിമെയിൻസ് ആസ് ബാക്ക് ഓഫ് ബിയോണ്ട് ആസ് യു ക്യാൻ ഇമാജിൻ. അതായത് ആസ് ബാക്ക് ഓഫ് ബിയോണ്ട് ആസ് യു ക്യാൻ ഇമാജിൻ മീൻസ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറത്തേക്കാണ് അവരുടെ ജീവിത രീതികൾ എന്നും പറഞ്ഞ് തുടങ്ങുവാണ്. There was no electricity, no primary school nearby and water did not flow out of a tap. അപ്പം വൈദ്യുതി ഇല്ലായിരുന്നു, പ്രൈമറി സ്കൂളില്ലായിരുന്നു അടുത്തെങ്ങും, അതുപോലെ വെള്ളം, അതായത് നമുക്കിപ്പം അന്നത്തെ കാലത്ത് വെള്ളം ടാപ്പിൽ നിന്ന് അങ്ങനത്തുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആസ് എ റിസൾട്ട് ഐ did not go to school until the age of 8. അതുകൊണ്ട് തന്നെ 8 വയസ്സ് വരെ അദ്ദേഹം സ്കൂളിൽ പോയിരുന്നില്ല. ഐ വാസ് ഹോം സ്കൂൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടിയെ വീട്ടിലിരുത്തി പഠിപ്പിക്കത്തില്ലേ, അതിനെയാണ് പറഞ്ഞത് ഹോം സ്കൂൾഡ് എന്ന്. ഓക്കെ, ടു ടീച്ച് എ ചൈൽഡ് അറ്റ് ഹോം, സ്കൂളിൽ വിടാതെ. ഐ വാസ് ഹോം സ്കൂൾഡ്. മൈ ഫാദർ യൂസ് ടു ഗെറ്റ് ട്രാൻസ്ഫേർഡ് എവറി ഇയർ. അപ്പോൾ എല്ലാ വർഷവും അച്ഛന് ട്രാൻസ്ഫർ കിട്ടുമായിരുന്നു. ദ ഫാമിലി ബിലോങ്ങിങ്സ് ഫിറ്റ് ഇൻ ടു ദ ബാക്ക് ഓഫ് എ ജീപ്പ്, സോ ദ ഫാമിലി മൂവ്ഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് വിതൗട്ട് എനി ട്രബിൾ. മൈ മദർ വുഡ് സെറ്റ് അപ്പ് ആൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ഗെറ്റ് അസ് ഗോയിങ്. അപ്പോൾ ഒരു ജീപ്പിൻ്റെ പിൻഭാഗത്ത് പുറകിൽ കുടുംബ സാമഗ്രികളെല്ലാം ഒതുങ്ങുന്ന രീതിയിലായിരുന്നു എല്ലാം വെച്ച്, അങ്ങനെ ഒരു കുഴപ്പവുമില്ലാതെ കുടുംബം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അവർ പൊയ്ക്കൊണ്ടിരുന്നു. Raised by a widow who had come as a refugee from the then East Bengal, she was a matriculate when she married my father. ഇനി അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് പറയുവാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ അന്നത്തെ കിഴക്കൻ ബംഗാളിൽ നിന്ന് അഭയാർത്ഥിയായിട്ട് വന്ന് ഇവിടെ ചേക്കേറിയ ഒരു കുടുംബമായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മ അത് ഗ്രാൻഡ് മദർ വിഡോ ആയിരുന്നു. അതുപോലെ അമ്മ അച്ഛനെ കല്യാണം കഴിക്കുന്ന സമയത്ത് ആ ഹൈസ്കൂൾ വരെ പഠിച്ചിട്ടുള്ളായിരുന്നു. ഓക്കെ, മൈ പേരൻറ്റ്സ് സെറ്റ് ദ ഫൗണ്ടേഷൻ ഓഫ് മൈ ലൈഫ് ആൻഡ് ദ വാല്യൂ സിസ്റ്റം വിച്ച് മേക്സ് മീ വാട്ട് ഐ എം ടുഡേ ആൻഡ് ലാർജ്ലി ഡിഫൈൻസ് വാട്ട് സക്സസ് മീൻസ് ടു മീ ടുഡേ. അപ്പം അദ്ദേഹം പറയുവാണ്, എൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറയും മൂല്യവ്യവസ്ഥയും സ്ഥാപിച്ചുവെന്നും അത് എന്നെ ഇന്നത്തെ നിലയിലാക്കി ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആക്കി എന്നും അദ്ദേഹം പറയുകയാണ്. ആസ് എ ഡിസ്ട്രിക്ട് എംപ്ലോയ്മെൻറ്റ് ഓഫീസർ മൈ ഫാദർ വാസ് ഗിവൺ എ ജീപ്പ് ബൈ ദ ഗവൺമെൻറ്. അപ്പം ഇതിനു മുമ്പ് തന്നെ പറഞ്ഞായിരുന്നു, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ഡിസ്ട്രിക്ട് എംപ്ലോയ്മെൻറ്റ് ഓഫീസറാണ്. അതുകൊണ്ട് അച്ഛന് ജീപ്പ് ഗവൺമെൻറ് കൊടുത്തിരുന്നു. ദർ വാസ് നോ ഗ്യാരേജ് ഇൻ ദ ഓഫീസ്. അപ്പോൾ ഓഫീസിൽ ഗ്യാരേജ് ഇല്ലാത്തത് കൊണ്ട് സോ ജീപ്പ് വാസ് പാർക്ക്ഡ് ഇൻ അവർ ഹൗസ്. അപ്പോൾ ഇവരുടെ വീടിൻ്റെ അടുത്തായിട്ടാണ് ജീപ്പ് പാർക്ക് ചെയ്തിരുന്നത്. My father refused to use it to commute. Commute means യാത്ര ചെയ്യുക. My father refused to use it to commute to the office.
He told us that the jeep is an expensive resource given by the government. അപ്പം അച്ഛന് ഗവൺമെൻറ് ജീപ്പ് ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ജീപ്പിൽ യാത്ര ചെയ്യത്തില്ലായിരുന്നു. അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ അതൊരു എക്സ്പെൻസ് ആയിട്ടുള്ളൊരു റിസോഴ്സാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ജീപ്പ്. ഹി റിറ്ററേറ്റഡ് ടു അസ്. റിറ്ററേറ്റഡ് മീൻസ് റിപ്പീറ്റ്, സേ എഗെയിൻ, റിപ്പീറ്റ് ചെയ്ത് പറയത്തില്ല, അത് തന്നെ. ഹി റിറ്ററേറ്റഡ് ടു അസ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഹിസ് ജീപ്പ് ബട്ട് ദ ഗവൺമെൻറ് ജീപ്പ്. അപ്പം അദ്ദേഹത്തിൻ്റെ കുട്ടികളോട് പറയുമായിരുന്നു, ഇത് എൻ്റെ ജീപ്പല്ല, ഇത് ഗവൺമെൻറ്റിൻ്റെ ജീപ്പാണ്. അത് റിപ്പീറ്റ്, അത് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. ഇൻസിസ്റ്റിംഗ് ദാറ്റ് ഹി വുഡ് യൂസ് ഇറ്റ് ഓൺലി ടു ടൂർ ദ ഇൻറ്റീരിയേഴ്സ്. ഹി വുഡ് വാക്ക് ടു ഹിസ് ഓഫീസ് ഓൺ നോർമൽ ഡേയ്സ്. അപ്പം നോർമൽ ഡേയ്സിൽ അദ്ദേഹം സുബ്രതോ ബാജിയുടെ അച്ഛൻ ഓഫീസിൽ നടന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ജീപ്പ് എവിടെയെങ്കിലും ഇൻറ്റീരിയർ ആയിട്ടുള്ള ഭാഗത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. ഹി ഓൾസോ മേഡ് ഷുവർ ദാറ്റ് വി നെവർ സാറ്റ് ഇൻ ദ ഗവൺമെൻറ് ജീപ്പ്. വി വുഡ് സിറ്റ് ഇൻ ഇറ്റ് ഓൺലി വെൻ ഇറ്റ് വാസ് സ്റ്റേഷനറി. സ്റ്റേഷനറി മീൻസ് പാർക്ക് ചെയ്തിരിക്കുന്നതിനെയാണ് സ്റ്റേഷനറി എന്ന് പറയുന്നത്. അപ്പം ഇവർ ജീപ്പിൽ ഇരിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാർക്ക് ചെയ്തിട്ടിരിക്കത്തില്ലേ, ആ സമയം മാത്രമേ അവർ അതിനകത്ത് ഇരുന്നിട്ടുള്ളൂ. ദാറ്റ് വാസ് അവർ ഏർലി ചൈൽഡ്ഹുഡ് ലെസൺ ഇൻ ഗവേണൻസ്. അതായത് ഇതായിരുന്നു ഗവേണൻസിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ബാല്യകാല പാഠം എന്നാണ് സുബ്രതോ ബാജി പറയുന്നത്. എ ലെസൺ ദാറ്റ് കോർപ്പറേറ്റ് മാനേജേഴ്സ് ലേൺ ദ ഹാർഡ് വേ, സം നെവർ ഡു. അപ്പം അതുപോലെ അദ്ദേഹം കൂട്ടിച്ചേർക്കുവാണ്, കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ കഠിനമായി പഠിക്കുന്നൊരു പാഠമാണ്. മീൻസ് എങ്ങനെ ഗവേണൻസ് ചെയ്യണമെന്നുള്ളത് ലൈഫിൽ, അത് ചിലർ ഒരിക്കലും അത് ചെയ്യത്തുമില്ല എന്നും അദ്ദേഹം പറയുന്നു. അതായത് ഫസ്റ്റ് ലെസൺ അദ്ദേഹം പഠിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ദ ലെസൺ ടു നെവർ മിസ്യൂസ് പബ്ലിക് ഫെസിലിറ്റീസ്. അപ്പോൾ പബ്ലിക് ഫെസിലിറ്റീസ് മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഫസ്റ്റ് പഠിച്ച ലെസൺ. The driver of the jeep was treated with respect due to any other members of my father's office. അപ്പം ജീപ്പിലെ ഡ്രൈവറിനെയും അദ്ദേഹം, അതായത് നമ്മുടെ സുബ്രതോ ബാജിയുടെ അച്ഛൻ ഒരു നല്ല റെസ്പെക്റ്റ്, ആദരവ് കൊടുത്തിരുന്നു. വേറെ മെമ്പേഴ്സ്, അത് ഓഫീസിലുള്ള വേറെ മെമ്പേഴ്സിൻ്റെ കൊടുക്കുന്ന അതേ റെസ്പെക്റ്റ് ഈ ജീപ്പ് ഓടിക്കുന്ന ഡ്രൈവറിനും കൊടുത്തിരുന്നു. ആസ് എ സ്മോൾ ചിൽഡ്രൻ വി വർ ടോട്ട് നോട്ട് ടു കോൾ ഹിം ബൈ ഹിസ് നെയിം. അപ്പം ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങളുടെ അച്ഛൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രൈവറിനെ നമ്മൾ ഒരിക്കലും പേരിട്ട് വിളിക്കരുതെന്നും. വി ഹാഡ് ടു യൂസ് ദ സഫിക്സ് ഡാഡ വെനെവർ വി വെർ ടു റെഫർ ടു ഹിം ഇൻ പബ്ലിക് ഓർ പ്രൈവറ്റ്. അത് പബ്ലിക്കിലായാലും പ്രൈവറ്റിലായാലും ആ ജീപ്പ് ഓടിക്കുന്ന ഡ്രൈവറിനെ റെഫർ ചെയ്യുമ്പം നമ്മൾ ഡാഡ എന്നുള്ള സഫിക്സ് യൂസ് ചെയ്യണം. അതായത് സഫിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വേർഡിൻ്റെ എൻഡിൽ യൂസ് ചെയ്യുന്നതാണ് സഫിക്സ്. മേ ബി ഇപ്പം ഹെൽപ്പ് എന്ന് പറയുന്നു, ആ ഹെൽപ്പിൻ്റെ ഇപ്പോൾ ഹെൽപ്ഫുൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ എൻഡിൽ, ഹെൽപ്പിൻ്റെ ആ വേർഡിൻ്റെ എൻഡിൽ യൂസ് ചെയ്തതാണ് ഫുൾ. അപ്പോൾ ആ ഒരു ഇതിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് പ്രിഫിക്സ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വേർഡിൻ്റെ ബിഗിനിങ്ങിൽ യൂസ് ചെയ്യുന്നതിനാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. Okay, when I grew up to own a car and a driver by the name of Raju was appointed, I repeated the lesson to my two small daughters. അപ്പം നമ്മുടെ സുബ്രതോ ബാജി വലുതായി, അതുപോലെ അദ്ദേഹം കാറ് വാങ്ങിച്ച സമയത്തും അദ്ദേഹം ഡ്രൈവറിനെ അപ്പോയിൻ്റ് ചെയ്ത സമയത്തും ആ ഡ്രൈവറിൻ്റെ പേര് രാജു എന്നാണ്. അപ്പോൾ ആ ആളെ രാജു എന്ന് പേര് വിളിക്കരുത്. അതുപോലെ ഇതിനകത്ത് അദ്ദേഹത്തിന് ഡ്രൈവർ എന്നും വിളിക്കത്തില്ല, രാജു അങ്കിൾ എന്ന് വിളിക്കണമെന്നാണ് നമ്മുടെ സുബ്രതോ ബാജി അദ്ദേഹത്തിൻ്റെ മക്കളുടെയൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നത്. ദേ ഹാവ് ആസ് എ റിസൾട്ട് ഗ്രോൺ അപ്പ് ടു കോൾ രാജു അങ്കിൾ, വെരി ഡിഫറെൻറ്റ് ഫ്രം many of their friends who refer to their family driver as my driver. When I hear the term from a school or college going person, I cringe. To me, the lesson was significant. Significant means important. You treat small people with more respect than how you treat big people. അതായത് നമ്മൾ വലിയ മേലെയുള്ളവരെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റെസ്പെക്റ്റ് കൊടുത്ത് നമ്മുടെ താഴെയുള്ളവരെ ട്രീറ്റ് ചെയ്യണം എന്നാണ് സുബ്രതോ ബാജി പറയുന്നത്. ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു റെസ്പെക്റ്റ് യുവർ സബോർഡിനേറ്റ്സ് ദാൻ യുവർ സുപ്പീരിയർ. അതായത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥനേക്കാൾ നിങ്ങളുടെ കീഴെയുള്ള ഉദ്യോഗസ്ഥരെ ബഹുമാനിക്കണം എന്നതാണ് പ്രധാനം എന്നതാണ് സുബ്രതോ ബാജി പറയുന്നത്.
Our day used to start with the family huddling. Huddling means gather. Okay. Our day used to start with the family huddling around my mother's chulla. Chulla എന്ന് പറഞ്ഞാൽ അടുപ്പ് എന്നൊക്കെ പറയും നമ്മൾ. An earthen fireplace she would build at each place of posting where she would cook for the family. അപ്പം ഇവരുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി എല്ലാവരും ഗ്യാദറായി അടുപ്പിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ എവിടെയൊക്കെ ട്രാൻസ്ഫറായി പോകുന്നോ അവിടെ എല്ലാം അമ്മ എന്ത് ചെയ്യും, ഒരു ചുള്ള ബിൽഡ് ചെയ്യും. Okay, an earthen fireplace she would build at each place of posting where she would cook for the family. There was neither gas nor electrical stove. അപ്പോൾ ഗ്യാസും ഇല്ല, ഇലക്ട്രിക്കൽ സ്റ്റവും ഇല്ല. ദ മോർണിംഗ് റൂട്ടീൻ സ്റ്റാർട്ടഡ് വിത്ത് ടീ. അപ്പം രാവിലത്തെ അവരുടെ റുട്ടീൻ തുടങ്ങുന്നത് ഒരു ടീ കുടിച്ചിട്ടാണ്. ആസ് എ ബ്രൂ വാസ് സെർവ്ഡ്, ഫാദർ വുഡ് ആസ്ക് അസ് ടു റീഡ് അലോങ് ദ എഡിറ്റോറിയൽ പേജ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് മൊഫോസിൽ എഡിഷൻ ഡെലിവേർഡ് വൺ ഡേ ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് ഡെലിവറി എന്ന് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പം ഈ ടീ എല്ലാം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ പറയും ദ സ്റ്റേറ്റ്മെൻറ്റ്സ് മൊഫോസിൽ. സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറാണ്. അതിൽ ന്യൂസുകൾ റീഡ് ചെയ്യാൻ വേണ്ടി പറയും. വി ഡി നോട്ട് അണ്ടർസ്റ്റാൻഡ് മച്ച് ഓഫ് വാട്ട് വി വെർ റീഡിങ്. അപ്പോൾ അവർ റീഡ് ചെയ്യുമ്പോൾ അവർക്ക് ഫുള്ളായിട്ട് അതൊന്നും മനസ്സിലാവത്തില്ല അവരെന്താ റീഡ് ചെയ്യുന്നതെന്ന്. ബട്ട് ദ റിച്വൽ വാസ് മെൻറ്റ് ഫോർ us to know that the world was larger than Koraput district and the English I speak today, despite having studied in Oriya medium school, has to do with that routine. അപ്പം അദ്ദേഹം പറയുവാണ്, പക്ഷേ ഈ റിച്വൽ, ഈ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും അവർ ചായ കുടിക്കും. അത് കഴിഞ്ഞ് അച്ഛൻ അവരോട് റീഡ് ചെയ്യാൻ പറയും. അപ്പം അവർക്ക് റീഡ് ചെയ്യുമ്പോൾ എന്താ മനസ്സിലായെന്ന് വെച്ചാൽ അവരുടെ ഡിസ്ട്രിക്റ്റിനേക്കാളും, അതായത് വേൾഡ് എന്ന് പറയുന്നത് ലാർജറാണ് എന്ന് വെച്ചാൽ പല പല ഇടങ്ങളിലെ ന്യൂസുകളൊക്കെ വായിക്കുമ്പോൾ പല പല കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ പല പല സ്ഥലങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നു. അതുപോലെ ഈ വായനാശീലമാണ് അദ്ദേഹം പറയുന്നത് ഇപ്പം ഞാനീ നിന്ന് സംസാരിക്കുന്നതും ഞാനൊരു സക്സസ്ഫുൾ പേഴ്സൺ ആയതും. ഞാൻ അന്ന് പഠിച്ചത് ഓറിയ മീഡിയം സ്കൂളിലാണെങ്കിൽ പോലും, അങ്ങനെ ഒരു സ്കൂളിലാണ് പഠിച്ചതെങ്കിലും അന്നത്തെ ആ റുട്ടീനാണ് എന്നെ ഹെൽപ്പ് ചെയ്ത്. ആഫ്റ്റർ റീഡിങ് ദ ന്യൂസ് പേപ്പർ അലൗഡ് വി വർ ടോൾഡ് ടു ഫോൾഡ് ഇറ്റ് നീറ്റ്ലി. അതുപോലെ ന്യൂസ് പേപ്പർ റീഡ് ചെയ്ത ശേഷം അത് കറക്റ്റ് നീറ്റായിട്ട് മടക്കി വെക്കാനും അച്ഛൻ പറയും. ഫാദർ ടോട്ടസ് എ സിമ്പിൾ ലെസൺ. അദ്ദേഹം പറയുന്നുണ്ട് ഫാദർ ഒരു സിമ്പിൾ ലെസണാണ് പഠിപ്പിച്ചത്. ഹി യൂസ് ടു സേ യു ഷുഡ് ലീവ് യുവർ ന്യൂസ് പേപ്പർ ആൻഡ് യുവർ ടോയ്ലറ്റ് ദ വേ യു എക്സ്പെക്ട് ടു ഫൈൻഡ് ഇറ്റ്. അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ നമ്മളത് മടക്കി നീറ്റായിട്ട് വെക്കുക. അതുപോലെ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ അത് നമ്മൾ നീറ്റായിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ട് ഇറങ്ങുക. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വേ യു എക്സ്പെക്ട് ടു ഫൈൻഡ് ഇറ്റ്, അതായത് നമ്മളിപ്പോൾ ന്യൂസ് പേപ്പർ എടുക്കുമ്പം നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് നീറ്റായിട്ട് അത് കിട്ടണം. അതുപോലെ നമ്മൾ ടോയ്ലറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത് നീറ്റായിട്ട് കിടക്കണം. അപ്പോൾ അതേ രീതിയിൽ നമ്മളത് ഫോളോ ചെയ്യണം. വേറൊരാൾക്കും കയറുമ്പം ടോയ്ലറ്റിൽ കയറുമ്പം അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കുമ്പം അതേ കൺസിഡറേഷൻ കൊടുക്കണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ലെസൺ വാസ് അബൌട്ട് ഷോയിങ് കൺസിഡറേഷൻ ടു അതേഴ്സ്. അത് വേറൊരാൾക്ക് കൊടുക്കുന്ന കൺസിഡറേഷനെയാണ് ഇവിടെ പറയുന്നത്. ബിസിനസ് ബിഗിൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ദാറ്റ് സിമ്പിൾ പ്രിസെപ്റ്റ്. പ്രിസെപ്റ്റ് മീൻസ് റൂൾ. അപ്പോൾ ബിസിനസ് തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതും ആ ഒരു സിമ്പിൾ പ്രിസെപ്റ്റിലാണ്. അതുപോലെ വേറെ കൺസിഡറേഷൻ കൊടുക്കണം എന്നൊരു ലെസണും അച്ഛൻ പഠിപ്പിച്ചു. അപ്പോൾ ഇതിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. എന്ത് ലെസണാണ് പഠിച്ചത്, അതിൻ്റെ കോണ്ടെക്സ്റ്റ് ബിഹൈൻഡ് എന്താ എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ സ്റ്റോറിയായിട്ട് എഴുതാം. ബീയിങ് സ്മോൾ ചിൽഡ്രൻ വി വെർ ഓൾവേസ് ഇനാംഡ്. ഇനാംഡ് മീൻസ് ഇൻ ലവ് വിത്ത്, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള. ഓക്കെ, ബീയിങ് സ്മോൾ ചിൽഡ്രൻ വി വെർ ഓൾവേസ് ഇനാംഡ് വിത്ത് അഡ്വർടൈസ്മെൻറ്റ്സ് ഇൻ ദ ന്യൂസ് പേപ്പർ ഫോർ ട്രാൻസിസ്റ്റർ റേഡിയോസ്. അപ്പം സുബ്രതോ ബാജിക്ക് നമ്മുടെ ട്രാൻസിസ്റ്റർ റേഡിയോസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ വി ഡി നോട്ട് ഹാവ് വൺ, പക്ഷേ അവർക്കത് ഇല്ലായിരുന്നു. വി സോ അതർ പീപ്പിൾ ഹാവിങ് റേഡിയോസ് ഇൻ ദിയർ ഹോംസ് ആൻഡ് ഈച്ച് ടൈം ദർ വാസ് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ഫിലിപ്സ്, മർഫി ആൻഡ് ബുഷ് റേഡിയോ. വി വുഡ് ആസ്ക് ഫാദർ വെൻ വി കുഡ് ഗെറ്റ് വൺ. അപ്പം അദ്ദേഹം കണ്ടിട്ടുണ്ട് വേറെ ആളുകളുടെ വീട്ടിൽ ഇതെല്ലാം റേഡിയോ ഉണ്ട്. അതുപോലെ അഡ്വർടൈസ്മെൻറ്റ് ഫിലിപ്സിൻ്റെയും മർഫിയുടെയും ബുഷ് റേഡിയോയുടെ ഒക്കെ അഡ്വർടൈസ്മെൻറ്റ് അവർ കാണുമ്പം അച്ഛനോട് ചോദിക്കും നമ്മൾ എപ്പോഴാണ് ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ വാങ്ങുന്നത്. ഈച്ച് ടൈം മൈ ഫാദർ വുഡ് റിപ്ലൈ ദാറ്റ് വി ഡി നോട്ട് നീഡ് വൺ ബിക്കോസ് he already had 5 radios, alluding to his 5 sons. Alluding means referring. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആൻസർ, നമുക്ക് റേഡിയോ വാങ്ങേണ്ട ആവശ്യമില്ല. എനിക്ക്, അതായത് അച്ഛൻ പറയും എനിക്ക് 5 റേഡിയോസ് ഉണ്ട്, അതായത് 5 മക്കളെയാണ് ഈ റെഫർ ചെയ്യുന്നത്. We also did not have a house of our own and would occasionally ask father as to when, like others, he would live in our own house. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് വീടില്ലായിരുന്നു. അപ്പോൾ മറ്റുള്ളവരെ പോലെ നമുക്ക് എപ്പോഴാണ് വീട്, നമ്മൾ എപ്പോഴാണ് ഓൺ ഹൗസിൽ മാറുക എന്നൊക്കെ ചോദിക്കുമായിരുന്നു. he would give a similar reply, we did not need a house of our own. അപ്പോൾ അച്ഛൻ എന്താ പറയുന്നത് വെച്ചാൽ ഒരു സിമ്പിൾ ഒരു സെയിം റിപ്ലൈ, സിമിലർ റിപ്ലൈ കൊടുക്കും. നമുക്ക് വീടിൻ്റെ
വീടിൻ്റെ ആവശ്യമില്ല. ഐ ഓൾറെഡി ഓൺ 5 ഹൗസസ്. അപ്പോൾ പിന്നെ അതേ റിപ്ലൈ ആണ്. ട്രാൻസിസ്റ്റർ റേഡിയോസ് വാങ്ങുന്ന എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ അതേ റിപ്ലൈ, എനിക്ക് 5 ഹൗസസ് ഉണ്ട്. അതായത് ഹീസ് അല്യൂഡിങ് ടു ഹിസ് 5 സൺസ്, അതായത് റെഫറിങ് ടു ഹിസ് 5 സൺസ്. ഹിസ് റിപ്ലൈസ് ഡി നോട്ട് ഗ്ലാഡൻ അവർ ഹാർട്ട്സ് ഇൻ ദാറ്റ് ഇൻസ്റ്റന്റ്. അപ്പോൾ അച്ഛൻ ഈ പറയുന്ന ആൻസേഴ്സ് അവർക്ക് അത്രയും സന്തോഷം കൊടുക്കത്തില്ലായിരുന്നു അവരുടെ ഹൃദയത്തിൽ. Nonetheless, we learned that it is important not to measure personal success and sense of well-being through material possession. Government houses seldom came with fences. അപ്പോൾ ഇനി ഗവൺമെൻറ് ഹൗസസ്, അവർ താമസിക്കുന്ന ഗവൺമെൻറ് ഹൗസസിലാണല്ലോ. അപ്പം അതിൽ ഫെൻസസ് എന്ന് വെച്ചാൽ വേലി, എപ്പോഴും വേലി കാണാറില്ല, വീടുകളിൽ അരികെ വേലി കാണാറില്ല. മദർ ആൻഡ് ഐ കളക്റ്റഡ് ട്വിക്സ് ആൻഡ് ബിൽറ്റ് എ സ്മോൾ ഫെൻസ്. അപ്പം എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സുബ്രത ബാജിയും അമ്മയുടെ ട്വിക്സ്, ഈ മരച്ചില്ലകൾ അല്ലെങ്കിൽ കമ്പ് കഷ്ണങ്ങളൊക്കെ ഇല്ലേ, ചെറിയ വേലി ഉണ്ടാക്കും. ആഫ്റ്റർ ലഞ്ച് മൈ മദർ വുഡ് നെവർ സ്ലീപ്പ്. ആ ലഞ്ചിന് ശേഷം അമ്മ ഉറങ്ങാറില്ല. ഷി വുഡ് ടേക്ക് ഹെർ കിച്ചൺ യൂട്ടൻസിൽസ് ആൻഡ് വിത്ത് ഷീ ആൻഡ് ഐ വുഡ് ഡിഗ് ദ റോക്കി വൈറ്റ് ആൻഡ് ഇൻഫെസ്റ്റഡ് സറൗണ്ടിങ്. അപ്പോൾ വൈറ്റ് ആൻഡ് നിറഞ്ഞ ആ സറൗണ്ടിങ്സ് അവർ ഡിഗ് ചെയ്യും. അവരെന്തിനാണ് കുഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി പ്ലാന്റഡ് ഫ്ലവറിങ് ബുഷസൊക്കെ പ്ലാന്റ് ചെയ്യും, നടും. ദ വൈറ്റ് ആൻഡ്സ് ഡിസ്ട്രോയിഡ് ദം. അപ്പം ഇവർ ഇതെല്ലാം നടും. ആരതെല്ലാം ഡിസ്ട്രോയ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ആൻഡ്സ് അതെല്ലാം ഡിസ്ട്രോയ് ചെയ്യും. മൈ മദർ ബ്രോട്ട് ആഷ് ഫ്രം ഹർ ചുള്ള ആൻഡ് മിക്സ് ഇറ്റ് ഇൻ ദ എർത്ത് ആൻഡ് വി പ്ലാന്റഡ് ദ സീഡ്ലിങ്സ് ഓൾ ഓവർ അഗൈൻ. അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചുള്ളായിന്ന് അടുപ്പിൽ നിന്ന് ആഷസ് ചാരം കൊണ്ടുവന്നിട്ട് നമ്മുടെ സോയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് സീഡ്ലിങ്സ് ഒക്കെ പിന്നെയും നടും. ദിസ് ടൈം ദേ ബ്ലൂംഡ്. ഈ പ്രാവശ്യം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അതെല്ലാം പുഷ്പിച്ചു. അറ്റ് ദാറ്റ് ടൈം മൈ ഫാദേഴ്സ് ട്രാൻസ്ഫർ ഓർഡർ കെയിം. അതേ സമയത്ത് തന്നെ എൻ്റെ അച്ഛൻ്റെ ട്രാൻസ്ഫർ ഓർഡർ വന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. എ ഫ്യൂ നെയ്ബേഴ്സ് ടോൾഡ് മൈ mother why she was taking so much pain to beautify a government house, why she was planting seeds that she would only benefit the next occupant. അപ്പം നെയ്ബേഴ്സ് ഒക്കെ എന്താ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗവൺമെൻറ് ഹൗസ് ആണ്, അപ്പോൾ ആ ഹൗസ് ഇത്രയും ബ്യൂട്ടിഫൈ ആക്കാൻ വേണ്ടി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നും, അതുപോലെ എന്തിനാ ഈ സീഡ്സ് ഒക്കെ പ്ലാന്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തില്ല. കാരണം അച്ഛന് ട്രാൻസ്ഫർ വരും, ഓർഡർ വരും, അവർ തിരിച്ച് എവിടെയെങ്കിലും പോകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് ആർക്കാ? ഇനി അവിടെ ആരാണോ ഒക്കുപ്പൻ്റ് ആകുന്നത് അവർക്കാണ് കിട്ടുന്നത്. അപ്പോൾ അവർ നെയ്ബേഴ്സ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. മൈ മദർ റിപ്ലൈഡ് ദാറ്റ് ഇറ്റ് ഡിഡ് നോട്ട് മാറ്റർ ടു ഹർ ദാറ്റ് ഷീ വുഡ് നോട്ട് സീ ദ ഫ്ലവേഴ്സ് ഇൻ ഫുൾ ബ്ലൂം. അപ്പോൾ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊന്നും ഒരു മാറ്റർ അല്ല. ഞാൻ ചിലപ്പോൾ ഫ്ലവർ ഫുള്ള് ബ്ലൂം ചെയ്തിരിക്കുന്ന സീഡ്ലിങ്സ് എനിക്ക് കിട്ടിയില്ലെന്ന് വരാം, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഷീ സെഡ് ഐ ഹാവ് ടു ക്രിയേറ്റ് എ ബ്ലൂം ഇൻ എ ഡെസേർട്ട്. നമ്മൾ പറയത്തില്ലേ മരുഭൂമിയിലൊരു പൂ വിരിയിക്കുക എന്നൊക്കെ. അപ്പോൾ ഗവൺമെൻറ് ഹൗസസിൽ മേ ബി എനിക്ക് തോന്നുന്നു അവിടെ ആരും അങ്ങനെ വലിയ ഗാർഡനൊന്നും സെറ്റപ്പ് ചെയ്യത്തില്ലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ മാറിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പം ഇവിടെ അമ്മ എന്താ പറയുന്നത് വെച്ചാൽ, അമ്മയ്ക്ക് ക്രിയേറ്റ് ചെയ്യണം. ആ വെച്ചാൽ ഡെസേർട്ടിന് അതുകൊണ്ടായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഐ ഹാവ് ടു ക്രിയേറ്റ് എ ബ്ലൂം ഇൻ എ ഡെസേർട്ട് വെനെവർ ഐ ആം ഗിവൺ എ ന്യൂ പ്ലേസ്. അപ്പോൾ ഏതൊരു പുതിയ പ്ലേസ് എനിക്ക് കിട്ടിയാലും അവിടെ എനിക്ക് ഒരു പൂ വിരിയിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗാർഡനൊക്കെ സെറ്റപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ഐ മസ്റ്റ് ലീവ് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ ദാൻ വാട്ട് ഐ ഹാഡ് ഇൻഹെറിറ്റഡ്. അപ്പം എനിക്ക് കിട്ടിയതിനേക്കാൾ മനോഹരമായി എനിക്കത് ഉപേക്ഷിക്കണം എന്ന് വെച്ചാൽ, ഞാൻ വേറെടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് അടുത്ത് വരുന്ന ആൾ അതിൻ്റെ ബെനിഫിറ്റ് എടുത്തോട്ടെ, അതെനിക്ക് പ്രശ്നമല്ല, മാറ്ററല്ല എന്നാണ് നമ്മുടെ സുബ്രതോ ബാജിയുടെ അമ്മ പറയാറുള്ളത്. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ലെസൺ ഇൻ സക്സസ്. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ലെസൺ, സക്സസ്സിനെ കുറിച്ചുള്ള എൻ്റെ ഫസ്റ്റ് ലെസൺ എന്നാണ് സുബ്രതോ ബാജി പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് വാട്ട് യു ക്രിയേറ്റ് ഫോർ യുവർ സെൽഫ്. നമുക്ക് വേണ്ടി എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതല്ല, ഇറ്റ് ഈസ് വാട്ട് യു ലീവ് ബിഹൈൻഡ് ദാറ്റ് ഡിഫൈൻ സക്സസ്. നമ്മൾ എന്താണോ ലീവ് ചെയ്യുന്നത്, ലെഫ്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് സക്സസ് എന്ന് നമ്മുടെ സുബ്രതോ ബാജി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിലുള്ള കോണ്ടെക്സ്റ്റ് എഴുതാം. My mother began developing a cataract in her eyes. സോ കറ്റാറാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലൗഡി, അതായത് വെൻ യുവർ ഐസ് നാച്ചുറൽ ലെൻസ് ബിക്കം ക്ലൗഡി, നമ്മുടെ നാച്ചുറൽ ലെൻസ് ക്ലൗഡി ആകത്തില്ലേ, അതിനെയാണ് കറ്റാറാക്ട് എന്ന് പറയുന്നത്. മൈ മദർ ബിഗാൻ ഡെവലപ്പിംഗ് എ കറ്റാറാക്ട് ഇൻ ഹർ ഐസ് വെൻ ഐ വാസ് വെരി സ്മോൾ. അപ്പം സുബ്രതോ ബാജി ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് കറ്റാറാക്ട് ഐസിൽ വരാൻ തുടങ്ങി. അറ്റ് ദാറ്റ് ടൈം ദ എൽഡസ്റ്റ് എമംഗ് മൈ ബ്രദേഴ്സ് ഗോട്ട് എ ടീച്ചിങ് ജോബ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഇൻ ഭുവനേശ്വർ ആൻഡ് ഹാഡ് ടു പ്രിപ്പയർ ഫോർ ദ സിവിൽ സർവീസ് എക്സാമിനേഷൻ. ആ സമയത്ത്
ഇത് 5 മക്കളാണല്ലോ. അപ്പോൾ ഇതിൽ ഏറ്റവും മൂത്ത ബ്രദറിന്, സുബ്രത ബാജിയുടെ ബ്രദറിന് ടീച്ചിങ് ജോബ് കിട്ടി, ഭുവനേശ്വറിലാണ് കിട്ടിയത്. അതുപോലെ സിവിൽ സർവീസ് എക്സാമിനേഷനും പ്രിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ഡിസൈഡഡ് ദാറ്റ് മൈ മദർ വുഡ് മൂവ് ടു കുക്ക് ഫോർ ഹിം. അപ്പം ആ ബ്രദറിന്, അതായത് സുബ്രത ബാജിയുടെ ബ്രദറിന് വേണ്ടി അമ്മ അങ്ങോട്ട് മൂവ് ആവണം, കാരണം കുക്കിംഗ് എല്ലാം ചെയ്യാൻ വേണ്ടിയല്ല. അതുകൊണ്ട് ആൻഡ് ആസ് ഹെർ അപ്പൻഡേജ് ഐ ഹാഡ് ടു മൂവ് ടു. ഈ അപ്പൻഡേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംതിങ് ദാറ്റ് ഈസ് ജോയിൻറ്റ് ഓർ കണക്റ്റഡ് വിത്ത് സംതിങ് ലാർജർ, അങ്ങനെയാണ് അതിൻ്റെ മീനിങ്. പക്ഷേ ഇവിടെ നിങ്ങൾ എടുക്കുമ്പോൾ അമ്മയുടെ കൂടെ എപ്പോഴും കണക്റ്റഡ് ആയിട്ട് അമ്മയുടെ കൂടെ നടക്കുന്നത് ആരാ? നമ്മുടെ സുബ്രത ബാജിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അമ്മ പോയപ്പോൾ നമ്മുടെ സുബ്രത ബാജിയും ഭുവനേശ്വറിലോട്ട് മൂവായി. I had to move to. For the first time in my life, I saw electricity in home. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം വൈദ്യുതി കണക്ഷൻ, ഇലക്ട്രിസിറ്റി എല്ലാം കാണുന്നു. ആൻഡ് വാട്ടർ കമ്മിങ് ഔട്ട് ഓഫ് എ ടാപ്പ്, അതുപോലെ വെള്ളം ടാപ്പിൽ നിന്ന് വരുന്നു. ഇറ്റ് വാസ് അറൌണ്ട് 1965. അത് ഏത് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1965 ആണ്. ആൻഡ് ദ കൺട്രി വാസ് ഗോയിങ് ടു വാർ വിത്ത് പാകിസ്ഥാൻ. അപ്പോൾ ആ സമയത്ത് കൺട്രി ആരുമായിട്ട് വാർ നടക്കുകയാണ്? പാകിസ്ഥാനുമായിട്ട്. മൈ മദർ was having problems reading, and in any case being Bengali she did not know the Oriya script. അപ്പം നമ്മുടെ സുബ്രത ബാജിയുടെ അമ്മ ബംഗാളിയാണെന്ന് പറഞ്ഞായിരുന്നല്ലോ നമ്മൾ തുടക്കത്തിൽ തന്നെ, ഈസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നവരാണ്. അപ്പം ഒറിയ സ്ക്രിപ്റ്റ് she doesn't know. So in addition to my daily course means routine works, in addition to my daily course my job was to read her the local newspaper end to end. അപ്പോൾ എൻ്റെ ഡെയിലി ഉള്ള വർക്കിനകത്ത് ഒരു കാര്യയുടെ ആഡ് ആയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ എൻഡ് ടു എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ തുടക്കത്തിൽ മുതൽ അറ്റം വരെ ന്യൂസ് പേപ്പർ ഫുള്ള് റീഡ് ചെയ്ത് കൊടുക്കും. ദാറ്റ് ക്രിയേറ്റഡ് ഇൻ മീ എ സെൻസ് ഓഫ് കണക്റ്റഡ്നെസ് വിത്ത് എ ലാർജർ വേൾഡ്. ഇത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ന്യൂസ് പേപ്പറിൽ നിന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും പല സ്ഥലങ്ങളെക്കുറിച്ചും പല സ്ഥലങ്ങളിലെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും നമ്മുടെ സുബ്രത ബാജിക്ക് അത് ആ ഒരു റീഡിങ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ക്രിയേറ്റഡ് ഇൻ മീ എ സെൻസ് ഓഫ് കണക്റ്റഡ്നെസ് വിത്ത് എ ലാർജർ വേൾഡ്. ഐ ബിഗാൻ ടേക്കിംഗ് ഇൻട്രസ്റ്റ് ഇൻ മെനി ഡിഫറെൻറ്റ് തിങ്സ്. വൈൽ റീഡിങ് ഔട്ട് ന്യൂസ് അബൌട്ട് ദ വാർ ഐ ഫെൽ ദാറ്റ് ഐ വാസ് ഫൈറ്റിംഗ് ദ വാർ മൈസെൽഫ്. അപ്പോൾ ഈ വാറിനെ കുറിച്ചുള്ള ന്യൂസ് എല്ലാം വായിക്കുമ്പോൾ നമ്മുടെ സുബ്രത ബാജി തന്നെ ചിന്തിക്കും, അദ്ദേഹം ഏതോ വാർ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് ഒക്കെ ഇമാജിൻ ചെയ്യും. ഷീ ആൻഡ് ഐ ഡിസ്കസ് ദ ഡെയിലി ന്യൂസ് ആൻഡ് ബിൽഡ് എ ബോണ്ട് വിത്ത് എ ലാർജ് യൂണിവേഴ്സ്. അപ്പോൾ അമ്മയും ഞാനും ഡെയിലി ന്യൂസ് ഡിസ്കസ് ചെയ്യും. അതേപോലെ അവർക്ക് ഈ ലാർജ് യൂണിവേഴ്സുമായിട്ടൊരു ബോണ്ടിങ് ഉണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവർ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇൻ ഇറ്റ് വി ബിക്കം പാർട്ട് ഓഫ് എ ലാർജർ റിയാലിറ്റി. സോ അതാണ് പറയുന്നത്. ഇൻ ഇറ്റ് വി ബിക്കം എ പാർട്ട് ഓഫ് എ ലാർജ് റിയാലിറ്റി. Till date means until now, I measure my success in terms of that sense of large connectedness. So meanwhile the war raged means continue with force, great force. അങ്ങനെ വാർ നടക്കുവാണ്. and India was fighting on both fronts. Lal Bahadur Shastri, the then Prime Minister, coined the term Jai Jawan Jai Kisan and galvanized the nation into patriotic fervor. അപ്പം അന്നത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആരാന്ന് വെച്ചാൽ ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു. അദ്ദേഹം ഒരു ടേം കോയിൻ ചെയ്തു, ജയ് ജവാൻ ജയ് കിസാൻ. അത് ആൻഡ് ഗാൽവനൈസ് എന്ന് വെച്ചാൽ ടേക്ക് ആക്ഷൻ സഡൻലി, ഓക്കെ, ദ നേഷൻ ഇൻറ്റു പാട്രിയോട്ടിക് ഫെർവർ എന്ന് വെച്ചാൽ നമ്മുടെ നേഷനുള്ള എന്തൂസിയാസം, സ്ട്രോങ് ഫീലിങ്ങും എല്ലാം ആളുകളിൽ വന്നു. Other than reading out the newspaper to my mother, I had no clue about how I could be part of the action. So അമ്മയ്ക്ക് ന്യൂസ് പേപ്പറെല്ലാം റീഡ് ചെയ്ത് വാറിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ സുബ്രത ബാജിക്ക് ഒരു ക്ലൂ ഇല്ല എങ്ങനെ അതിനകത്തൊരു ഒരു പാർട്ടാകാം, ആ ആക്ഷനിലൊരു പാർട്ടാകാം. അപ്പോൾ ആ വാർ നടക്കും. അപ്പോൾ ഭയങ്കര എന്തൂസിയാസ്റ്റിക്കായിട്ട് നമ്മുടെ സുബ്രത ബാജി ഇരിക്കുവാണ്. സോ ആഫ്റ്റർ റീഡിങ് ഹെർ ദ ന്യൂസ് പേപ്പർ എവറി ഡേ ഐ വുഡ് ലാൻഡ് അപ്പ് മീൻസ് റീച്ച് ദ പ്ലേസ് നിയർ ദ യൂണിവേഴ്സിറ്റി വാട്ടർ ടാങ്ക് വിച്ച് സെർവ്ഡ് ദ കമ്മ്യൂണിറ്റി. അപ്പം ഇതെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മുടെ സുബ്രത ബാജിയുടെ യൂണിവേഴ്സിറ്റി അവിടുത്തെ വാട്ടർ ടാങ്ക് ഉണ്ട്. ആ വാട്ടർ ടാങ്കാണ് അവിടെയുള്ള എല്ലാ കമ്മ്യൂണിറ്റിക്കെല്ലാം വാട്ടർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി നിൽക്കും. ലാൻഡ് അപ്പ് എന്ന് വെച്ചാൽ റീച്ച് എ പ്ലേസ്, അവിടെ പോകും. ഐ വുഡ് സ്പെൻഡ് അവേഴ്സ് അണ്ടർ ഇറ്റ്. അപ്പം ഇമാജിനിങ് ദാറ്റ് ദർ കുഡ് ബി സ്പൈസ് ഹു വുഡ് കം ടു പോയ്സൺ ദ വാട്ടർ ആൻഡ് ഐ ഹാഡ് ടു വാച്ച് ഫോർ ദം. അപ്പം നമ്മുടെ സുബ്രത ബാജി ചെറുതിൽ എന്ത് വിചാരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആരോ സ്പൈ വരും, അതുപോലെ സ്പൈ വന്നിട്ട് വെള്ളം പോയിസൺ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി കാവൽ പോയി നിൽക്കും ആരോ സുബ്രത ബാജി.
So imagine that there could be spies who would come to poison the water, and I had to watch for them. I would daydream about catching one and how the next day. അതുപോലെ തന്നെ ഡേ ഡ്രീം സുബ്രതബാജി ഡ്രീം ചെയ്യും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്പൈയെ ക്യാച്ച് ചെയ്യുന്ന മാതിരിയും. അതുപോലെ ക്യാച്ച് ചെയ്യുന്ന അടുത്ത ദിവസം എന്താ സംഭവിക്കുന്നത്, ഐ വുഡ് ബി ഫീച്ചേർഡ് ഇൻ ദ ന്യൂസ് പേപ്പർ. അപ്പം ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറിലൊക്കെ വരും, ഫോട്ടോ വരും, ന്യൂസ് വരും, അങ്ങനെയൊക്കെ ചിന്തിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഫോർ മീ, ദ സ്പൈസ് അറ്റ് വാർ ഇഗ്നോർഡ് ദ sleepy town of Bhubaneswar and I never get a chance to catch one in action yet. അപ്പം നമ്മുടെ സുബ്രത ബാജി പറയുവാണ്, അൺഫോർച്ചുനേറ്റ്ലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൈയെ പോലും കിട്ടിയില്ല. ആൻഡ് ഐ നെവർ ഗെറ്റ് എ ചാൻസ് ടു ക്യാച്ച് വൺ ഇൻ ആക്ഷൻ ഇറ്റ്. ദാറ്റ് ആക്ട് അൺലോക്ക്ഡ് മൈ ഇമാജിനേഷൻ. അതായത് എന്താ പറയുക വെച്ചാൽ ഹിസ് ഇമാജിനേഷൻ ബിക്കം അനദർ ലെസൺ. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം അദ്ദേഹം ഇമാജിൻ ചെയ്ത് അത് ഇമാജിനേഷൻ അൺലോക്കായി. അത് വെച്ചാൽ അദ്ദേഹത്തിന് ഇമാജിൻ ചെയ്യാനുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി പവർ എല്ലാം കിട്ടി എന്നുള്ളത് പറയുവാണ്. ഇമാജിനേഷൻ ഈസ് എവ്രിത്തിങ്. ഇഫ് വി ക്യാൻ ഇമാജിൻ എ ഫ്യൂച്ചർ വി ക്യാൻ ക്രിയേറ്റ് ഇറ്റ്. അദ്ദേഹം പറയുവാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നതാണ് എല്ലാം. നമുക്കൊരു ഫ്യൂച്ചർ ഇമാജിൻ ചെയ്താൽ നമുക്കത് ക്രിയേറ്റ് ചെയ്താൽ ഇഫ് വി ക്യാൻ ക്രിയേറ്റ് ദാറ്റ് ഫ്യൂച്ചർ, നമ്മൾ ആ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്താൽ അതേഴ്സ് വിൽ ലിവ് ഇൻ ഇറ്റ്, വേറെ ആളുകൾക്ക് അതിൽ താമസിക്കാം. ദാറ്റ് ഈസ് എ എസെൻസ് ഓഫ് സക്സസ്. അതായത് നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഇമാജിൻ ചെയ്യുക, നമ്മൾ ആ ഒരിടത്തേക്ക് എത്തുക എന്നെല്ലാം അദ്ദേഹം പറയുവാണ്. Over the next few years, my mother's eyesight dimmed, but in me she created a larger vision, a vision with which I continued to see the world, and I sensed through my eyes she was seeing to. Influence of his mother ആണ് ഈ പറയുന്നത്. കാരണം ന്യൂസ് പേപ്പർ വായിച്ച അതേ ആ കോണ്ടെക്സ്റ്റിലെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ന്യൂസ് പേപ്പർ വായിച്ചതിലും അദ്ദേഹത്തിന് എന്തൊക്കെ ആ നോളജ് ലഭിച്ചതും ഒരു വേൾഡിനെ കുറിച്ചൊരു ലാർജ് കണക്റ്റഡ്നെസ് കിട്ടിയതും എല്ലാമാണ് പറയുന്നത്. ആസ് എ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് അൺഫോൾഡഡ് ഹെർ വിഷൻ deteriorated and she was operated for cataract. അത് കഴിഞ്ഞുള്ള വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കണ്ണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു. ഐ റിമെമ്പർ വെൻ ഷീ റിട്ടേൺഡ് ആഫ്റ്റർ ഹെർ ഓപ്പറേഷൻ. അപ്പോൾ പറയണേ, ഞാൻ ഓർക്കുന്നു ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് അമ്മ വന്നപ്പോൾ ഷീ സോ മൈ ഫേസ് ക്ലിയർലി ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ഷീ വാസ് അസ്റ്റോണിഷ്. അപ്പോൾ അമ്മ നല്ല ക്ലിയറായി അദ്ദേഹത്തിൻ്റെ കണ്ടുവെന്നും അതുപോലെ ഷീ വാസ് സർപ്രൈസ്. അസ്റ്റോണിഷ് മീൻസ് സർപ്രൈസായി. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞതെന്ന് വെച്ച് ഷീ സെഡ്, ഓ മൈ ഗോഡ്, ഐ ഡി നോട്ട് നോ യു വർ സോ ഫെയർ. അപ്പം അമ്മ പറയുവാണ്, ഓ മൈ ഗോഡ്, ഞാൻ വിചാരിച്ചില്ല നീ ഇത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഐ റിമെയിൻ പ്ലീസ്ഡ് വിത്ത് ദറ്റ് അഡുലേഷൻ മീൻസ് പ്രൈസ് ഈവൻ ടിൽ ഡേറ്റ് അൺടിൽ നൗ. അമ്മ പറഞ്ഞ വാചകങ്ങൾ എനിക്ക് ഇപ്പോഴും എന്നെ പ്രൈസ് ചെയ്ത വാചകങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയുവാണ്. വിത്തിൻ വീക്സ് ഓഫ് ഗെറ്റിംഗ് ഹെർ സൈറ്റ് ബാക്ക് ഷീ ഡെവലപ്ഡ് എ കോർണിയർ അൾസർ ആൻഡ് ഓവർനൈറ്റ് ബിക്കം ബ്ലൈൻഡ് ഇൻ ബോത്ത് ഐസ്. അപ്പം ഐസൈറ്റൊക്കെ കിട്ടി. വിത്തിൻ വീക്സിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണിയർ അൾസർ ഡെവലപ്പായി. അതുപോലെ ഓവർനൈറ്റ് ഡ്യൂറിങ് ദാറ്റ് നൈറ്റിൽ സഡൻലി അൺഎക്സ്പെക്റ്റഡ്ലി എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കണ്ണുകളിലും കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ദാറ്റ് വാസ് 1969. അതെപ്പോഴാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ 1969 അത് സംഭവിച്ചത്. ഷീ ഡൈഡ് ഇൻ 2002. അപ്പോൾ അമ്മ മരിച്ചത് 2002 പറയുന്നുണ്ട്. ഇൻ ഓൾ ദോസ് 32 years ഓഫ് ലിവിങ് വിത്ത് ബ്ലൈൻഡ്നെസ് ഷി നെവർ കംപ്ലൈൻറ്റ് അബൌട്ട് ഹെർ ഫേറ്റ് ഈവൻ വൺസ്. ആ 32 വർഷവും ബ്ലൈൻഡ്നെസ് ആയിട്ടാണ് അമ്മ ജീവിച്ചെങ്കിൽ പോലും ഇതുവരെ തൻ്റെ വിധിയോർത്ത് കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മുടെ സുബ്രതോ ബാജി പറയുന്നത്. ക്യൂരിയസ് ടു നോ വാട്ട് ഷീ സോ വിത്ത് ബ്ലൈൻഡ് ഐസ്. അപ്പോൾ ഈ ബ്ലൈൻഡ് ഐസ് വെച്ച് എന്താ കാണുന്നത്, ഒന്നും കാണാൻ ഒക്കത്തില്ല. പക്ഷേ സുബ്രതോ ബാജി പറയുവാണ്, സുബ്രതോ ബാജിയുടെ ക്യൂരിയസിൽ അമ്മ എന്താ കാണുന്നതെന്ന് അറിയാൻ വേണ്ടി അമ്മയിടയ്ക്ക് ചോദിച്ചു. ഐ ആസ്ക്ഡ് ഹെർ വൺസ് ഇഫ് ഷീ സീ ഡാർക്ക്നെസ്. അമ്മ ഇരുട്ടാണോ കാണുന്നത്? അപ്പോൾ ഷീ റിപ്ലൈഡ്, നോ, ഐ ഡി നോട്ട് സീ ഡാർക്ക്നെസ്, ഐ ഓൺലി സീ ദ ലൈറ്റ് ഈവൻ മൈ ഐസ് ക്ലോസ്ഡ്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല, ഞാൻ ഇരുട്ട് കാണുന്നില്ല, ഈവൻ ഞാൻ എൻ്റെ കണ്ണ് അടച്ചാൽ പോലും ഞാൻ വെളിച്ചമാണ് കാണുന്നത് എന്നാണ് അമ്മ പറഞ്ഞത്. Until she was 8 years of age, she did her morning yoga every day, swept to her own room and washed her own clothes. അമ്മ മോർണിംഗിലുള്ള യോഗ ചെയ്തിരുന്നു. അതുപോലെ സ്വന്തം റൂം തൂത്തിരുന്നു. അതുപോലെ സ്വന്തം തുണികൾ വാഷ് ചെയ്തിരുന്നു. എപ്പം മുതൽ? അൺടിൽ ഷി വാസ് 8 years of age മുതൽ.
ടു മീ സക്സസ് ഈസ് അബൌട്ട് ദ സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ്. എന്നെ സംബന്ധിച്ചിടത്തോളം സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. അതായത് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആകുന്നതാണ്. അതാ സെൻസ് ഓഫ് അതിനെയാണ് എനിക്ക് സക്സസ് എന്ന് പറയാനൊക്കുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് നോട്ട് സീയിങ് ദ വേൾഡ് ബട്ട് സീയിങ് ദ ലൈഫ്. ഓവർ ദ മെനി ഇൻ്റർവീനിങ് ഇയേഴ്സ് ഐ ഗ്രൂ അപ്പ്, സ്റ്റഡീഡ്, ജോയിൻ ദ ഇൻഡസ്ട്രി ആൻഡ് ബിഗാൻ ടു കാർവ് മൈ ലൈഫ്സ് ഓൺ ജേർണി. അപ്പം ഇനിയുള്ള കാലങ്ങളിൽ എന്ത് സംഭവിച്ചു? ഞാൻ വളർന്നു, ഞാൻ പഠിച്ചു, അതുപോലെ ഞാൻ ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്തു. അത് ഞാൻ എൻ്റെ ലൈഫ് ജേർണി, എൻ്റെ ലൈഫിനെ ഷേപ്പ് ചെയ്തു. അതായത് സക്സസ്സിലോട്ട് പൊയ്ക്കൊണ്ടിരുന്ന പാതയെ ഷേപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഐ ബിഗാൻ മൈ ലൈഫ് ആസ് എ ക്ലർക്ക് ഇൻ എ ഗവൺമെൻറ് ഓഫീസ്. അപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫീസിൽ ഒരു ക്ലർക്കായിട്ട് തുടങ്ങിയ ലൈഫ് വെൻ്റ് ഓൺ ടു ബിക്കം എ മാനേജ്മെൻറ്റ് ട്രെയിനി വിത്ത് DCM ഗ്രൂപ്പ്. അത് കഴിഞ്ഞ് DCM ഗ്രൂപ്പിൽ മാനേജ്മെൻറ്റ് ട്രെയിനി ആയിട്ട് പോയി. ആൻഡ് ഇവൻച്വലി ഫൗണ്ട് മൈ ലൈഫ് സ്കോളിംഗ് വിത്ത് ദ IT ഇൻഡസ്ട്രി. അതായത് ലൈഫ് സ്കോളിംഗ് എന്ന് പറഞ്ഞ് ദാറ്റ് ഈസ് യുവർ ഡെസ്റ്റിനി എന്ന് നമ്മൾ പറയത്തില്ലേ, അത് ആ ഒരിടത്ത് നമ്മുടെ സുബ്രതോ ബാജി എത്തി. ഇവൻച്വലി ഫൗണ്ട് മൈ ലൈഫ് സ്കോളിംഗ് വിത്ത് ദ IT ഇൻഡസ്ട്രി വെൻ 4th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് കെയിം ടു ഇന്ത്യ 1981. അത് 1981 ആ ലൈഫ് സ്കോളിംഗ്, അത് ഡെസ്റ്റിനി, അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനിയിലോട്ട് അദ്ദേഹം എത്തി എന്ന ആ ഒരു വർഷം. ലൈഫ് ടുക്ക് മീ പ്ലേസസ്. അതായത് ലൈഫ് ടുക്ക് മീ പ്ലേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഹാസ് ലെഡ് യു ടു അൺഎക്സ്പെക്റ്റഡ് പ്ലേസ്. നമ്മൾ വിചാരിക്കാത്തടത്തൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നില്ലേ, നമ്മുടെ ലൈഫ് പോകുന്നില്ലേ, അതിനെയാണ്. ലൈഫ് ടുക്ക് മീ പ്ലേസസ്. ഐ വർക്ക്ഡ് വിത്ത് ഔട്ട്സ്റ്റാൻഡിങ് പീപ്പിൾ, ചാലഞ്ചിങ് അസൈൻമെൻറ്റ്സ് ആൻഡ് ട്രാവൽഡ് ഓൾ ഓവർ ദ വേൾഡ്. അതാണ് ഇവിടെ പറയുന്നത്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നടന്നു. ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള പീപ്പിളായിട്ട് വർക്ക് ചെയ്യാനൊത്ത് ചലഞ്ച് ആയിട്ടുള്ള അസൈൻമെൻറ്റ്സ് ഒക്കെ കിട്ടി. അതുപോലെ വേൾഡിൽ നിറയെ ഇടങ്ങളിൽ ട്രാവൽ ചെയ്യാനൊത്തു. In 1992, while I was posted in the US, I learned that my father, living a retired life with my eldest brother, had suffered a 3rd-degree burn injury and was admitted in the Subroto Hospital in Delhi. 1992 അദ്ദേഹം US-ലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അച്ഛന് 3rd-degree burn injury സംഭവിച്ചു എന്ന് അറിയുന്നു. അപ്പോൾ അച്ഛൻ എൽഡർ ബ്രദറിൻ്റെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. ഈ 3rd-degree burn injury എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസ്ട്രോയ് ചെയ്യുന്ന നമ്മുടെ ഔട്ടർ ലെയറിനെ, അതുപോലെ നമ്മുടെ എൻറ്റയർ ലെയർ, അതുപോലെ നമ്മുടെ ഫാറ്റ് എന്ന് വെച്ചാൽ ഒരു നല്ല ഹാർഷായിട്ടുള്ളൊരു ഇഞ്ചുറി ആയിരുന്നു. ആൻഡ് വാസ് അഡ്മിറ്റഡ് ഇൻ ദ സഫ്ദർജംഗ് ഹോസ്പിറ്റൽ ഇൻ ഡൽഹി. അങ്ങനെ അച്ഛനെ ഡൽഹിയിലുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഐ ഫ്ലൂ ബാക്ക് ടു അറ്റൻഡ് ടു ഹിം. ഹി റിമൈൻഡ് ഫോർ എ ഫ്യൂ ഡേയ്സ് ഇൻ ക്രിട്ടിക്കൽ സ്റ്റേജ്. അങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി നാട്ടിലെത്തുന്നു. അച്ഛൻ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ബാൻഡേജ്ഡ് ഫ്രം നെക്ക് ടു ടോ. അപ്പോൾ അച്ഛൻ്റെ നെക്ക് മുതൽ ടോ വരെ ബാൻഡേജ് ഇട്ട് അങ്ങനെ കിടക്കുമായിരുന്നു. ദ സഫ്ദർജംഗ് ഹോസ്പിറ്റൽ ഇൻ ഡൽഹി. ഇനി ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള അകത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആ അന്തരീക്ഷമാണ്. ഈസ് എ കോക്രോച്ച് ഇൻഫെസ്റ്റഡ് ഡേർട്ടി ഇൻഹ്യൂമൻ പ്ലേസ്. ഒരു വൃത്തിയില്ലാത്ത, വൃത്തിഹീനമായ ഒരു പ്ലേസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ദ ഓവർ വർക്ക്ഡ് അണ്ടർ റിസോഴ്സ്ഡ് സിസ്റ്റേഴ്സ് ഇൻ ദ ബേൺ വാർഡ്. ആ ബേൺ വാർഡിൽ ഉണ്ടായിരുന്ന ഓവർ വർക്ക്ഡ് ആയിട്ടുള്ള, അതായത് അവരുടെ ജോലിക്ക് മീതെയുള്ള അവരുടെ ടൈം സ്പെൻഡ് ചെയ്ത് അവർ പിന്നെ അവരെ ഓവർ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ. ആൻഡ് ബോത്ത് വിക്ടിംസ് ആൻഡ് പ്രിപ്പറേറ്ററീസ് ആൻഡ് ഡീഹ്യൂമനൈസ്ഡ് ലൈഫ് അറ്റ് ഇറ്റ്സ് വേഴ്സ്റ്റ്. One morning while attending to my father, I realized that the blood bottle were empty. അപ്പോൾ രാവിലെ അച്ഛൻ്റെ കൂടെ ഇരുന്നപ്പോൾ മനസ്സിലായി ആ ബ്ലഡ് നിറയ്ക്കാനുള്ള ബോട്ടിൽ എംറ്റി ആയിരിക്കുക. ആൻഡ് ഫീലിംഗ് ദാറ്റ് എയർ വുഡ് ഗോ ഇൻ ടു ഹിസ് വെയിൻ. അപ്പോൾ ബ്ലഡ് നിറയ്ക്കാനുള്ള ബോട്ടിലിനകത്ത് ഒന്നും ഇല്ലെങ്കിൽ എന്താ അവസാനം സംഭവിക്കുന്ന, എയർ നമ്മുടെ വെയിനിലോട്ട് കയറും. അപ്പം എയർ വെയിനിലോട്ട് കയറുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഐ ആസ് നഴ്സ് ടു ചേഞ്ച് ഇറ്റ്. അപ്പോൾ സുബ്രതോ ബാജി നഴ്സിനോട് അത് ചേഞ്ച് ചെയ്യാൻ പറയുന്നു. ഷീ ബ്ലണ്ട്ലി ടോൾഡ് മീ ടു ഡു ഇറ്റ് മൈസെൽഫ്. അപ്പോൾ ബ്ലണ്ട്ലി എന്ന് വെച്ചാൽ വെട്ടിത്തുറന്ന് പറയത്തില്ലേ. അപ്പോൾ നഴ്സ് പറഞ്ഞു നിങ്ങളത് ചേഞ്ച് ചെയ്യും എന്ന്. വെച്ചാൽ നഴ്സിൻ്റെ ജോലിയാണ്, പക്ഷേ നഴ്സ് പറഞ്ഞു നിങ്ങളത് ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. ഇൻ ദറ്റ് ഹൊറിബിൾ തിയേറ്റർ ഓഫ് ഡെത്ത് ഐ വാസ് ഇൻ പെയിൻ ആൻഡ് ഫ്രസ്ട്രേഷൻ ആൻഡ് ആങ്കർ. അപ്പോൾ അത് കേട്ടതും സുബ്രതോ ബാജിക്ക് എന്ത് ചെയ്യണമെന്നറിയാം. വേദനയും ഫ്രസ്ട്രേഷനും ദേഷ്യം എല്ലാം വന്നു. ഫൈനലി വെൻ ഷീ റെലൻറ്റഡ് ആൻഡ് കെയിം മൈ ഫാദർ ഓപ്പൺഡ് ഹിസ് ഐസ് ആൻഡ് മർമർഡ് ടു ഹർ. അവസാനം അവർക്ക് അനുകമ്പ തോന്നി. അവർ അടുത്ത് വന്നിട്ട് അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഫാദർ ലൈറ്റാ കണ്ണ് തുറന്നിട്ട് എന്തോ മർമർ ചെയ്തു, എന്തോ ചെറുതായിട്ട് എന്തോ സംസാരിച്ചു. വൈ ഹാവ് യു നോട്ട് ഗോൺ ഹോം ഇറ്റ്. സോ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എന്ത് ഇതുവരെയും വീട്ടിൽ പോകാതിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ വർക്ക്ഡ് നേഴ്സാണ്, നിറയെ നേരമായിട്ട് നിൽക്കുകയാണ്, മീൻസ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിയർ വാസ് എ മാൻ on his deathbed but more concerned about the overworked
nurse than his own state. അപ്പോൾ ഇവിടെ സുബ്രതോ ബാജി പറയുവാണ് തൻ്റെ അച്ഛൻ ഇങ്ങനെ ഈ ഡെത്ത് ബെഡിൽ കിടക്കുവാണ്, ഇത്രയും വേദന സഹിച്ച്, എന്നിട്ട് അമിതമായ ജോലി ചെയ്യുന്ന ആ നഴ്സിനോട് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വെച്ചാൽ ദേഷ്യമോ ഒന്നും കാണിക്കാതെ അവരോട് കൺസേൺ ചെയ്ത് ചോദിക്കുകയാണ് ചെയ്തത്. ഐ വാസ് സ്റ്റണ്ട് അറ്റ് ഹിസ് സ്റ്റോയിക് സെൽഫ്. ഈ സ്റ്റോയിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പേഴ്സൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സമ്മൺ ഹു ഈസ് കാം, അവർ നല്ല കാമായിരിക്കും. ദേ വിൽ അക്സെപ്റ്റ് വാട്ട് ഈസ് ഹാപ്പനിങ്. അവരെന്താ സംഭവിക്കുന്നതെന്നെല്ലാം അക്സെപ്റ്റ് ചെയ്ത് ആൻഡ് ഡസ് നോട്ട് ഷോ ദർ ഇമോഷൻ. അവർ ഇമോഷൻസ് ഭയങ്കരമായിട്ട് ആങ്കർ അങ്ങനെയൊന്നും കാണിക്കാതെ ഭയങ്കര കാമായിട്ടുള്ള പേഴ്സണാണ് സ്റ്റോയിക് എന്ന് പറയുന്നത്. There I learned that there is no limit to how concerned you can be for another human being. അവിടെ ഞാൻ പഠിച്ചു നമുക്ക് വേറെ ഒരു ഹ്യൂമൻ ബീനോട് എത്രത്തോളം കൺസേൺ കാണിക്കാമെന്ന്, അതിനൊരു ലിമിറ്റ് ഇല്ല എന്നുള്ളത് ഞാൻ അവിടെ പഠിച്ചു. ആൻഡ് വാട്ട് ദ ലിമിറ്റ് ഓഫ് ഇൻക്ലൂഷൻ ഈസ് യു ക്യാൻ ക്രിയേറ്റ്. മൈ ഫാദർ ഡൈഡ് ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ ഫാദർ മരിച്ചു. ഹി വാസ് എ മാൻ ഹൂ സക്സസ് വാസ് ഡിഫൈൻഡ് ബൈ ഹിസ് പ്രിൻസിപ്പിൾസ്, ഹിസ് ഫ്രിജാലിറ്റി, ഹിസ് യൂണിവേഴ്സാലിസം ആൻഡ് ഹിസ് സെൻസ് ഓഫ് ഇൻക്ലൂഷൻ. അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ച് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സക്സസ് ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പ്രിൻസിപ്പിൾസ്, അതുപോലെ ഫ്രിജാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് ബീങ് കെയർഫുൾ വെൻ യൂസിങ് മണി, അതായത് മിതമായ വിനിയോഗം എന്നൊക്കെ പറയത്തില്ല, നമ്മൾ ചിലവൊക്കെ ചുരുക്കി അത് തന്നെ. അതുപോലെ ഹിസ് യൂണിവേഴ്സാലിസം ആൻഡ് ഹിസ് സെൻസ് ഓഫ് ഇൻക്ലൂഷൻ. എബവ് ഓൾ ഹി ടോട്ട് മീ ദാറ്റ് സക്സസ് ഈസ് യുവർ എബിലിറ്റി ടു റൈസ് എബവ് യുവർ ഡിസ്കംഫർട്ട്. അത് നമ്മളുടെ ഏതൊരവസ്ഥയിലാണ്, ഏത് ഡിസ്കംഫർട്ടുള്ള അവസ്ഥയിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് നമ്മൾ സക്സസ്സിലോട്ട് പോകണം. അത് അങ്ങനെ പഠിപ്പിച്ചു തന്ന ഒരാളാണ് തൻ്റെ അച്ഛനെന്നും. വാട്ട് എവർ മേ ബി യുവർ കറൻറ്റ് സ്റ്റേറ്റ്, നമ്മൾ ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ എന്നാലും you can, if you want, raise your consciousness above your immediate surroundings. So success is not about building material comforts, the transistor that he never could buy or the house that he never owned. This was about the legacy he left, the mimetic from continuity of his ideals that grew beyond the smallness of ill-paid, unrecognized government servants' world. മൈ ഫാദർ വാസ് എ ഫെർവൻറ്റ് ബിലീവർ ഇൻ ദ ബ്രിട്ടീഷ് രാജ്. അപ്പം ബ്രിട്ടീഷ് രാജിൽ നല്ലവണ്ണം സ്ട്രോങ് ആയിട്ട്, ഫെർവൻ വെച്ചാൽ സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ച ഒരാളായിരുന്നു. ഹി സിൻസിയർലി ഡൗട്ടഡ് ദ കേപ്പബിലിറ്റി ഓഫ് ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ടു ഗവേൺ ദ കൺട്രി. അത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ ആഫ്റ്റർ എ കൺട്രി ഗോട്ട് ഇൻഡിപെൻഡൻസ്. അപ്പം ബ്രിട്ടീഷ് രാജിലുള്ള വിശ്വാസം കാരണം നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇന്ത്യ ഗവേൺ ചെയ്യാൻ ഒക്കുമോ എന്നത് അതിലൊരു ഡൗട്ട് നമ്മുടെ സുബ്രതോ ബാജിയുടെ അച്ഛനുണ്ടായിരുന്നു. ടു ഹിം ദ ലോവറിംഗ് ഓഫ് ദ യൂണിയൻ ജാക്ക് എന്ന് പറഞ്ഞാൽ നാഷണൽ ഫ്ലാഗ് ഓഫ് യുണൈറ്റഡ് കിങ്ഡത്തിനാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. ടു ഹിം ദ ലോവറിംഗ് ഓഫ് ദ യൂണിയൻ ജാക്ക് വാസ് എ സാഡ് ഇവൻറ്റ്. അത് ഭയങ്കര വിഷമമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അച്ഛനും, കാരണം ബ്രിട്ടീഷ് രാജിലെ ബിലീവർ ആയതുകൊണ്ട്. മൈ മദർ വാസ് എ എക്സാക്ട് ഓപ്പോസിറ്റ്. അമ്മ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇവൻ സുഭാഷ് ബോസ് ക്വിറ്റ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് കെയിം ടു ഡാക്ക. മൈ മദർ ദെൻ എ സ്കൂൾ ഗേൾ ഗാർലൻഡയും. അപ്പോൾ അന്ന് സുഭാഷ് ബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട് ഡാക്കയിൽ വന്ന സമയത്ത് അമ്മ ആ സമയത്ത് ഒരു സ്കൂൾ ഗേൾ ആയിരുന്നു. അപ്പോൾ അമ്മ അദ്ദേഹത്തിന് മാലയിട്ടു എന്നാണ് പറയുന്നത്. ഷീ ലേൺ ടു സ്പിൻ ഖാദി ആൻഡ് ജോയിൻഡ് ഓൺ അണ്ടർഗ്രൗണ്ട് മൂവ്മെൻറ്റ്. അണ്ടർഗ്രൗണ്ട് എന്ന് വെച്ചാൽ സീക്രട്ട് ആയിട്ടുള്ള മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഖാദി പഠിച്ചിരുന്നു, സ്പിൻ ചെയ്ത് എങ്ങനെ പഠിച്ചിരുന്നു. ആൻഡ് ജോയിൻഡ് ആൻഡ് അണ്ടർഗ്രൗണ്ട് മൂവ്മെൻറ്റ്, അത് സീക്രട്ട് മൂവ്മെൻറ്റ് ദാറ്റ് ട്രെയിൻഡ് ഹെർ ഇൻ യൂസിങ് ഡാഗേഴ്സ് ആൻഡ് സ്വാർഡ്സ്. സ്വാഡും ഡാഗേഴ്സൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും അണ്ടർഗ്രൗണ്ട് മൂവ്മെൻറ്റ് വഴി പഠിച്ചിരുന്നു. കോൺസിക്വൻ്റ്ലി അവർ ഹൗസ് ഹോൾഡ് നൗ സോ ഡൈവേഴ്സിറ്റി ഇൻ ദ പൊളിറ്റിക്കൽ ഔട്ട്ലുക്ക് ഓഫ് ദി ടു. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഔട്ട്ലുക്ക് വ്യത്യാസമായിരുന്നു. ഒരാൾ ബ്രിട്ടീഷ് രാജിൽ വിശ്വസിച്ചെങ്കിൽ ബിലീവ് ചെയ്തെങ്കിൽ ഒരാൾ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ബിലീവ് ചെയ്തു. ഓൺ മേജർ ഇഷ്യൂസ് കൺസേണിങ് ദ വേൾഡ് ദ ഓൾഡ് മാൻ ദ ഓൾഡ് ലേഡി ഹാഡ് ഡിഫറിങ് ഒപ്പീനിയൻ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് വേൾഡിലെ ഇഷ്യൂസിനെ കുറിച്ച് പറയുമ്പം. ഇൻ ദം വി ലേൺ ദ പവർ ഓഫ് ഡിസഗ്രിമെൻറ്റ്, ഓഫ് ഡയലോഗ് ആൻഡ് ദ എസെൻസ് ഓഫ് ലിവിങ് വിത്ത് ഡൈവേഴ്സിറ്റി ഇൻ തിങ്കിങ്. അവരിൽ നിന്ന് ഞങ്ങൾ പഠിച്ചു ഡിസഗ്രിമെൻറ്റ്, ആ പവർ, നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യൂസ് തുറന്ന് പറയാനുള്ള ആ പവർ ഓഫ് ഡിസഗ്രിമെൻറ്റും, അതുപോലെ എസെൻസ് ഓഫ് ലിവിങ് വിത്ത് ഡൈവേഴ്സിറ്റി ഇൻ തിങ്കിങ്, അതായത് രണ്ടുപേരുടെയും തിങ്കിങ് വ്യത്യാസമാണ്. സക്സസ് ഈസ് നോട്ട് അബൌട്ട് ദി എബിലിറ്റി ടു ക്രിയേറ്റ് എ ഡെഫിനിറ്റ് ഡോഗ്മാറ്റിക് എൻഡ് സ്റ്റേറ്റ്. ഈ ഡോഗ്മാറ്റിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ആക്ട് ഓഫ് അവോയ്ഡിങ് അക്സെപ്റ്റിംഗ് അതേഴ്സ് ഐഡിയാസ് ബിലീഫ്സ്, അതാണ് ഡോഗ്മാറ്റിസം എന്ന് പറയുന്നത്. സോ സക്സസ് ഈസ് നോട്ട് അബൌട്ട് ദി എബിലിറ്റി ടു ക്രിയേറ്റ് എ ഡെഫിനിറ്റ് ഡോഗ്മാറ്റിക് എൻഡ് സ്റ്റേറ്റ്. ഇറ്റ് ഈസ് അബൌട്ട് ദ അൺഫോൾഡിങ് ഓഫ് തോട്ട്, പ്രോസസ് ഓഫ് ഡയലോഗ് ആൻഡ് കണ്ടിന്യൂം. അതായത് സംതിങ് ദറ്റ് കീപ്സ് ഓൺ ഗോയിങ്, ചലഞ്ചിങ് സ്ലോലി ഓവർ ടൈം, അതിനാണ് കണ്ടിന്യൂ എന്ന് പറയുന്നത്. അപ്പം സക്സസ് എന്ന് പറയുന്നത് അതൊരു പ്രോസസ്സ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടേതായിട്ടുള്ള ഐഡിയാസ്
ഡിസഗ്രിമെൻറ്റ്സ് കാണും, ഡൈവേഴ്സിറ്റി എന്തുണ്ടെങ്കിലും നമ്മുടേതായിട്ടുള്ള ഐഡിയാസ് നമ്മൾ തുറന്ന് പറഞ്ഞ് അതുപോലെ നമ്മുടേതായിട്ടുള്ള ചിന്തകളെല്ലാം തുറന്ന് കാണിക്കുന്നതിലും തുറന്ന് സംസാരിക്കുന്നതിലുമാണ് ഒരു സക്സസ് എന്ന് നമ്മുടെ സുബ്രതോ ബാജി വിശ്വസിച്ചു. 2 years back, at the age of 82, mother had a paralytic stroke and was lying in a government hospital in Bhubaneswar. അപ്പം 2 വർഷത്തിന് ശേഷം അമ്മയ്ക്ക് 82 ഇയേഴ്സ് ആയ സമയത്ത് അമ്മയ്ക്ക് ഒരു പാരാലിറ്റിക് സ്ട്രോക്ക് വന്നു. അമ്മ ഭുവനേശ്വറിലെ ഹോസ്പിറ്റലിൽ ആണ്. ഐ ഫ്ലൂ ഡൗൺ ഫ്രം ദി US where I was serving my second stint എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് അല്ലെങ്കിൽ ഡ്യൂട്ടി ജോബ് എന്നൊക്കെ പറയും നമ്മൾ. സോ US നിന്ന് വന്നു. ആ സമയം ഒരു സെക്കൻഡ് അസൈൻമെൻറ്റ് കിട്ടി, അവിടെ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ അമ്മയെ കാണാൻ വേണ്ടി ഓടി വന്നു. ഐ സ്പെൻഡ് 2 weeks with her in the hospital. അപ്പോൾ 2 ആഴ്ച അമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്തു. ആസ് ഷി റിമൈൻഡ് ഇൻ എ പാരാലിറ്റിക് സ്റ്റേറ്റ് ആൻഡ് ഷി വാസ് നെയ്തർ ഗെറ്റിംഗ് ബെറ്റർ നോർ മൂവിങ് ഇൻ. അപ്പോൾ അമ്മയ്ക്ക് ബെറ്റർ ആവുന്നില്ല, അമ്മ മൂവ് ആവുന്നില്ല, ഒരു പാരാലിറ്റിക് സ്ട്രോക്ക് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അമ്മ. ഇവൻച്വലി ഐ ഹാഡ് ടു റിട്ടേൺ ടു വർക്ക്. അവസാനം തിരിച്ച് അമ്മയെ വിട്ടിട്ട് പോകേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നു, കാരണം വർക്ക് ചെയ്യാൻ വേണ്ടി പോകണം തിരിച്ച്. വൈൽ ലീവിങ് ഹെർ ബിഹൈൻഡ് ഐ കിസ്ഡ് ഹെർ ഫേസ്. അപ്പോൾ തിരിച്ച് പോകാൻ നേരത്ത് അമ്മയുടെ ഫേസിൽ ഈ സുബ്രതോ ബാജി ഒരു ഉമ്മ കൊടുത്തു. ഇൻ ദാറ്റ് പാരാലിറ്റിക് സ്റ്റേറ്റ് ആൻഡ് എ ഗാർബിൾഡ് വോയിസ് ഷീ സെഡ്. ആ ഒരു സമയത്ത് അങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയിലും അതുപോലെ ഗാർബിൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺക്ലിയർ ആയിട്ടുള്ള ഒരു വോയിസ് ശബ്ദത്തിൽ അമ്മ പറഞ്ഞു, വൈ ആർ യു കിസ്സിങ് മീ? എന്തിനാ എന്നെ കിസ് ചെയ്യുന്നത്? ഗോ കിസ് ദ വേൾഡ്. ഹെർ റിവർ വാസ് നിയറിങ് ഇറ്റ്സ് ജേണി. എന്ന് വെച്ചാൽ ഹെർ ജേണി ഓഫ് ലൈഫിനെയാണ് ഇവിടെ കുറിക്കുന്നത്. ഓക്കെ, അറ്റ് ദ കൺഫ്ലുവൻസ് ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. കൺഫ്ലുവൻസ് എന്ന് വെച്ചാൽ ജംഗ്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. ദിസ് വുമൺ ഹു കെയിം ടു ഇന്ത്യ ആസ് എ ഇനി അമ്മയെക്കുറിച്ച് പറയുവാണ്. ദിസ് വുമൺ ഹു കെയിം ടു ഇന്ത്യ ആസ് എ റെഫ്യൂജി, ഒരു അഭയാർത്ഥിയായിട്ട് ഇന്ത്യയിൽ വന്നു. റേസ്ഡ് ബൈ വിഡോഡ് മദർ, ഗ്രാൻഡ് മദർ വിഡോ ആയിരുന്നു. നോ മോർ എഡ്യൂക്കേറ്റഡ് ദാൻ ഹൈസ്കൂൾ വരെ പഠിച്ചിട്ടുള്ളൂ. മാരിഡ് ടു ആൻ അനോണിമസ് ഗവൺമെൻറ് സെർവൻറ്റ് ഹൂസ് ലാസ്റ്റ് സാലറി വാസ് ₹300. അപ്പോൾ കല്യാണം കഴിച്ചു ഒരു ഗവൺമെൻറ് സെർവൻറ്റിന്. റോബ്ഡ് ഓഫ് ഹെർ ഐസൈറ്റ് ബൈ ഫീറ്റ്. അതുപോലെ റോബ്ഡ് ഓഫ് ഹെർ ഐസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുബ്രതോ ബാജിയുടെ അമ്മയുടെ കാഴ്ച നഷ്ടപ്പെട്ടു. ആൻഡ് ക്രൗൺഡ് ബൈ അഡ്വേഴ്സിറ്റി എന്ന് വെച്ചാൽ ഈ ക്രൗൺഡ് ബൈ അഡ്വേഴ്സിറ്റി ഇപ്പോൾ ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ വാസ് ടെല്ലിങ് മീ ടു ഗോ ആൻഡ് കിസ് ദ വേൾഡ്. എന്നോട് പറയുവാണ് ഗോ ആൻഡ് കിസ് ദ വേൾഡ്. ഇനി ഉള്ള പാരഗ്രാഫ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുബ്രതോ ബാജി അച്ഛൻ്റെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നും കിട്ടിയ ഈ ലെസൺസ് എല്ലാം വെച്ച് ജസ്റ്റ് സക്സസ് എന്താ എന്ന് ജസ്റ്റ് ഒരു 5-6 സെൻറ്റൻസിൽ പറയുവാണ്. സക്സസ് ടു മീ ഈസ് അബൌട്ട് വിഷൻ. ഇറ്റ് ഈസ് എ എബിലിറ്റി ടു റൈസ് എബോവ് ദ ഇമ്മീഡിയസി ഓഫ് പെയിൻ. ഇറ്റ് ഈസ് അബൌട്ട് ഇമാജിനേഷൻ. ഇതിൻ്റെ എല്ലാ എക്സാമ്പിൾസ് നമ്മൾ ഇതിനു മുമ്പ് കാണുന്നുണ്ട്. ഇറ്റ് ഈസ് അബൌട്ട് സെൻസിറ്റിവിറ്റി ടു സ്മോൾ പീപ്പിൾ. ഇറ്റ് ഈസ് അബൌട്ട് ബിൽഡിംഗ് ഇൻക്ലൂഷൻ. ഇറ്റ് ഈസ് അബൌട്ട് കണക്റ്റഡ്നെസ് ടു എ ലാർജ് വേൾഡ് എക്സിസ്റ്റൻസ്. ഇറ്റ് ഈസ് അബൌട്ട് പേഴ്സണൽ ടെനസിറ്റി. It is about giving back more to life than you take out of it. It is about creating extraordinary success with the ordinary lives. So thank you very much. I wish you good luck and Godspeed. Go kiss the world. ഇതാണ് നമ്മുടെ സുബ്രതോ ബാജിയുടെ ഗോ കിസ് ദ വേൾഡിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് പൂർണ്ണമായും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.